പോരാളി ഷാജി ഫേസ്ബുക്ക് പേജിനെ വീണ്ടും വെല്ലുവിളിച്ച് CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ. ഇടത് അനുകൂലമെങ്കിൽ പോരാളി ഷാജി അത് വ്യക്തമാക്കണം. യഥാർത്ഥ പോരാളി ഷാജി രംഗത്ത് വരണമെന്നും MV ജയരാജൻ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് സമയത്ത് പ്രത്യേകിച്ചും നവമാധ്യമങ്ങളിൽ ചിലർ ബോധപൂർവം നടത്തുന്ന ഇടതുപക്ഷ വിരുദ്ധ പ്രചരണങ്ങൾക്കെതിരെ ജാഗ്രത പുലർത്തണമെന്ന് പൊതുസമൂഹത്തോട് അഭ്യർത്ഥിക്കുന്ന ഒരു പ്രതികരണം ഞാൻ കഴിഞ്ഞ ദിവസം നടത്തുകയുണ്ടായി. പക്ഷേ അത് സംബന്ധിച്ച് ചില മാധ്യമങ്ങൾ വളച്ചൊടിച്ചുകൊണ്ടാണ് വാർത്ത നൽകിയത്. പക്ഷെ തെരഞ്ഞെടുപ്പ് കാലത്ത് ഈ വ്യാജ വാർത്തകളുടെ സൃഷ്ടി സോഷ്യൽ മീഡിയയിലൂടെ അതിൻ്റെ എല്ലാ സീമകളിൽ ലംഘിച്ചുകൊണ്ടായിരുന്നു. അതുവഴി സമൂഹത്തിൽ ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കുക, പ്രത്യക്ഷത്തിൽ CPIM പ്രൊഫൈൽ ആണെന്ന തരത്തിൽ വ്യാജ അക്കൗണ്ടുകൾ ഉണ്ടാക്കി. തുഷാര പ്രമോദ് ഉണ്ട് കണ്ണൂരിൽ നിന്ന്. തുഷാര, പോരാളി ഷാജിമാർ മാത്രമല്ല, ചെമ്പട ഒരുപാട് ചെമ്പടകൾ CPIMന് LDFന് നല്ല പണിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ നൽകിയിട്ടുള്ളത്. എന്തൊക്കെയാണ് MV ജയരാജൻ ഇന്ന് പറഞ്ഞത്? ബിനിലെ, MV ജയരാജൻ ഇന്ന് പോരാളി ഷാജിക്കെതിരെ വീണ്ടും രംഗത്തെത്തിയിരിക്കുകയാണ്. ഒരു വെല്ലുവിളി തന്നെയാണ് MV ജയരാജൻ ഇന്ന് പോരാളി ഷാജിക്കെതിരെ ഉയർത്തിയിരിക്കുന്നത്. പോരാളി ഷാജി രംഗത്തേക്ക് വരണമെന്ന്, ഒറിജിനൽ പോരാളി ഷാജി രംഗത്തേക്ക് വരണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. പോരാളി ഷാജി ഇടത് അനുകൂലിയാണെങ്കിൽ അത് രംഗത്തേക്ക് വന്ന് അയാളത് വ്യക്തമാക്കണമെന്നും, ഈ പോരാളി ഷാജിയുടെ അഡ്മിൻ ആരാണെന്ന് അറിയില്ല എന്ന് പലതവണ MV ജയരാജൻ പറയുകയുണ്ടായി. അപ്പോൾ ഈ അഡ്മിൻ ആരായാലും അദ്ദേഹം രംഗത്തേക്ക് വന്ന് ആരാണെന്ന് വ്യക്തമാക്കണമെന്നും അതിലൂടെ ഈ ബാക്കിയുള്ള പ്രൊഫൈലുകൾ, ഫേക്ക് പ്രൊഫൈലുകൾ വ്യക്തമാകുമെന്നും അദ്ദേഹം പറഞ്ഞു. അതായത് പോരാളി ഷാജിക്ക് നിരവധി ഫേക്ക് പ്രൊഫൈലുകൾ ഉണ്ടെന്ന് MV ജയരാജൻ പറയുകയുണ്ടായി. ഈ പ്രൊഫൈലുകളൊന്നും പോലീസിന് കണ്ടെത്താൻ സാധിക്കാത്തതാണ് എന്നുകൂടി അദ്ദേഹം പറയുകയുണ്ടായി. പാർട്ടിയുടെ ഭാഗത്തു നിന്നും ഇത്തരം പ്രൊഫൈലുകൾ പരിശോധിക്കുകയുണ്ടായി, എന്നാൽ പാർട്ടിക്കും അത് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതുകൊണ്ട് തന്നെ പോരാളി ഷാജി ഇതോടുകൂടി അദ്ദേഹത്തിൻ്റെ വെല്ലുവിളിയോടുകൂടി രംഗത്ത് വരും, ആരും ഭയപ്പെടേണ്ട എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഓക്കെ, വ്യക്തമാണ്. തുഷാര പ്രമോദാണ് വിവരങ്ങൾ നൽകിയത്. പോരാളി ഷാജി പുറത്തേക്ക് വരുമെന്നാണ് MV ജയരാജൻ പറയുന്നത്.